സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണങ്ങൾ വല്ലച്ചിറ പഞ്ചായത്തിലും ശക്തമാകുന്നു. ശക്തമായ മത്സരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക. നിലവിൽ പ്രധാന ഭരണകക്ഷിയുടെ കോട്ടങ്ങൾ ഉയർത്തിയാകും മറ്റു മുന്നണികൾ പ്രചാരണം നടത്തുക. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളാണ് ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വിഭജനത്തിന് ശേഷം 2 വാർഡുകൾ കൂടി വർദ്ധിച്ച് എണ്ണം 16 ഉയർന്നു. LDF-ന് 7 അംഗങ്ങൾ, UDF-ന് 3, BJP-ക്ക് 3, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. നിലവിലുള്ള സ്വതന്ത്രൻ LDF-നൊപ്പമാണുള്ളത്. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ഭവന നിർമ്മാണമടക്കം സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനം നടപ്പാക്കാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് N. മനോജ് പറഞ്ഞു. കാർഷിക മേഖലയിലെ പ്രധാന പാടശേഖരത്തെ കോൾകൃഷി വികസന സമിതിയിൽ ലയിപ്പിച്ച് ഫണ്ട് പാസാക്കാൻ കഴിഞ്ഞു. ക്ഷീരഗ്രാമം പദ്ധതി, 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച മിനി സ്റ്റേഡിയം പദ്ധതി എന്നിവയെല്ലാം LDF-ന്റെ ഭരണ നേട്ടങ്ങളാണ്. ക്ഷീരഗ്രാമം പദ്ധതിയിലൂടെ പ്രതിദിനം 800 ലിറ്റർ പാലിന്റെ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞതായും LDF-ന്റെ നേട്ടമായി പറയുന്നു. കഴിഞ്ഞ 5 വർഷം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ നടത്തി തീർക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയായാലും കാർഷികാനുബന്ധ മേഖലയായിട്ടുള്ള മൃഗസംരക്ഷണ മേഖലയായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, മറ്റ് സാമൂഹ്യ സുരക്ഷാ മേഖലകൾ, അതുപോലെ തന്നെ നമ്മുടെ ഭവന നിർമ്മാണ മേഖല, ലൈഫ് പദ്ധതി, അതുപോലെ നമ്മളുടെ വനിതാ ശിശു വികസന മേഖല, യുവജനങ്ങളുടെ മേഖല, എല്ലാ മേഖലയിലും സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് സാധിച്ചിട്ടുണ്ട്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട പാടശേഖരമായിട്ടുള്ള ചിറ്റേങ്ങര പാടശേഖരം കോൾകൃഷി വികസന സമിതിയുടെ ഇതിലേക്ക് ലയിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ കോൾകൃഷി വികസന ഇതിൻ്റെ ഫണ്ട് പാസ്സാക്കിക്കൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം കുറിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 24-25 വർഷത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കി. അതിലൂടെ നിരവധി പശുക്കളെ, പുതിയ സങ്കരയിനം പശുക്കളെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ പ്രതിദിനം 800 ലിറ്ററിൻ്റെ പാലിൻ്റെ ഉൽപ്പാദന വർധനവ് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തൊഴുത്ത് നിർമ്മാണം, അതുപോലെ തന്നെ കാലിത്തീറ്റ വിതരണം, ധാതുലവണ വിതരണം, അങ്ങനെ നിരവധി പദ്ധതികൾക്ക് നമ്മളുടെ മൃഗസംരക്ഷണ മേഖലയിൽ നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ മറ്റ് പശ്ചാത്തല മേഖല ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ച ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞത്. വല്ലച്ചിറയുടെ പ്രധാനപ്പെട്ട PWD റോഡായിട്ടുള്ള ഉങ്ങുംചോട് തൈക്കാട്ടുശ്ശേരി റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പണി എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മിനി സ്റ്റേഡിയം പുനരുദ്ധാരണ പരിപാടിക്ക് 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വല്ലച്ചിറ ഗവൺമെൻറ് UP സ്കൂളിൽ നമുക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന് ഈ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചു. ഒപ്പം തന്നെ നമ്മളുടെ FHCയിൽ ലാബ് പുതിയതായിട്ട് തുടങ്ങുന്നതിന് സാധിച്ചു. ഒപ്പം തന്നെ ഉച്ചവരെ മാത്രമുണ്ടായിരുന്ന നമ്മളുടെ FHCയിൽ OP സൗകര്യം വൈകിട്ട് 6 മണി വരെ ആക്കുന്നതിന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള പുതുക്കാടിൻ്റെ MLA, പുതുക്കാടിൻ്റെ വികസന നയം കൂടിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രേട്ടൻ്റെയും നേതൃത്വത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ മികവുറ്റതാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. 33 പുതിയ റോഡുകൾ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ പണികൾ 70% റോഡുകളുടെയും പണി പൂർത്തീകരിച്ചു. ബാക്കിയുള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും വല്ലച്ചിറയിലെ റോഡുകളെല്ലാം തന്നെ മികവുറ്റതാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ FHC റോഡിന് 45 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ
പുല്ലാനിപ്പാടം റോഡിന് 25 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. വല്ലച്ചിറ ഇറിഗേഷൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു 25 വർഷമായി അതിൻ്റെ ഒരു ചിരകാല അഭിലാഷം, 25 വർഷം മുൻപ് പണി ആരംഭിക്കുകയും പിന്നീട് മുടങ്ങിപ്പോയിട്ടുള്ള വല്ലച്ചിറ ഇറിഗേഷൻ പദ്ധതി, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുതിയ ഭരണാനുമതി ലഭ്യമാക്കി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പല്ലിശ്ശേരി മുതൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള പെരിഞ്ചേരി വരെയുള്ള പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് സാധിക്കും. അത്തരത്തിൽ ജലലഭ്യത ഉറപ്പുവരുത്തുമ്പോൾ നമ്മുടെ കിണറുകൾ റീചാർജ് ചെയ്യപ്പെടുകയും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ ജലജീവ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കുക എന്നുള്ള വലിയ പ്രവൃത്തിക്കാണ് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. 2357 പുതിയ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കുകയും നിരവധി റോഡുകളിലൂടെ പുതിയ പൈപ്പിടൽ നടത്തിക്കൊണ്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതിന് സാധിച്ചു. അതുപോലെ തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 150ഓളം പുതിയ വീടുകൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ പുതിയ MCF നിർമ്മിക്കുകയും അതുപോലെ തന്നെ മാലിന്യ നീക്കം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുച്ചക്രവാഹനം വാങ്ങി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷം സാധിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ LDF ഭരണസമിതി പരാജയമായെന്നാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം K. രവീന്ദ്രനാഥ് പറയുന്നത്. ചില പദ്ധതികൾക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതിലൂടെ നിലവിലെ പല റോഡുകളും തകരാറിലായി. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം റോഡുകളുടെ പുനഃസ്ഥാപിക്കൽ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന RMF ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഫണ്ടുകൾ മുഖേന അടിസ്ഥാന വികസനം സാധ്യമാക്കാൻ കഴിയേണ്ടതാണെന്നും കോൺഗ്രസ് അംഗം പറയുന്നു. 2020 ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റ ഭരണസമിതിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗമാണ് ഞാൻ. 2020 പുതിയ ഭരണസമിതി വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളും ഈ നാടിൻ്റെ അടിസ്ഥാന വികസന രംഗത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളന്ന് 2015 ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം ഒഴിയുമ്പോൾ നടന്നുകൊണ്ടിരുന്ന ടൂറിസം പദ്ധതി, പിൽഗ്രിം ടൂറിസത്തിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും മറ്റും കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഭരണസമിതിയുടെ കൂട്ടായ ശ്രമം ഇല്ലാത്തതുകൊണ്ടും നമ്മൾക്ക് ആ ടൂറിസം പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന രംഗത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ റോഡ് നിർമ്മാണം, പുതിയ റോഡുകൾ, നിലവിലുള്ള റോഡുകളുടെ പുനരുദ്ധാരണം എന്നിവ മാതൃകാപരമായി നടത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടൽ മൂലം നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം തന്നെ വളരെ കേടുപാട് പറ്റി റെസ്റ്റോറേഷൻ വർക്കിന് വാട്ടർ അതോറിറ്റി അത് കൃത്യമായി ചെയ്യാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായ കാർഷിക മേഖലയിൽ വേണ്ടത്ര പദ്ധതികൾ ആവിഷ്കരിക്കാനും കൃഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങൾ മൂലം ഫെർട്ടിലൈസറിൻ്റെ വില 10 മടങ്ങ് വർദ്ധിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഓൺ ഫണ്ട് തീരെ കുറവായ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം മുൻകാലങ്ങളിൽ ഒരു വർഷം 4 കോടിയോളം രൂപ ചെലവഴിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ നടത്തി വന്നിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില പുതിയ നിയമങ്ങളും റെസ്ട്രിക്ഷനും കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് നിർമ്മാണ രംഗത്തോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാനോ കൃത്യമായി മസ്റ്റോൾ കൊടുക്കാനോ കാർഷിക മേഖലയിൽ നമ്മളുടെ കൃഷിക്ക് വേണ്ടത്ര ഒരുക്കി നൽകാനോ നമ്മൾക്ക് കഴിഞ്ഞില്ല. അത്തരം പോരായ്മകളുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ രംഗത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് തീരെ വിനിയോഗിക്കാൻ പറ്റാത്ത 5 വർഷമായിരുന്നു. അതോടുകൂടി നമ്മൾക്ക് ആ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അതിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻകാലങ്ങളിലൊക്കെ തന്നെ റോഡ് സൈഡും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങളെല്ലാം കാടും പുല്ലും വെട്ടി നല്ല രീതിയിൽ നമുക്ക് റോഡിൻ്റെ ഗാരേജൊക്കെ വൃത്തിയാക്കി ആക്കി നടത്താൻ നമ്മൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ 2021 ജനുവരി തുടക്കം തന്നെ പൊതുയിടങ്ങളിലും പുല്ലുവെട്ടലൊക്കെ സർക്കാർ നിർത്തിക്കൊണ്ട് ഓർഡർ ഇറക്കുകയും വേണ്ടത്ര
കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. ഇത്തരം പോരായ്മകൾ വളരെയധികമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എടുത്തു പറയാനായിട്ടുള്ളത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഓൺ ഫണ്ട് ഇല്ല. എന്നിരുന്നാലും നമ്മൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫണ്ടുകൾ, അതോടൊപ്പം തന്നെ ടൂറിസം, റിവർ മാനേജ്മെൻറ്റ്, RMFൻ്റെ ഫണ്ടുകൾ ഒന്നും തന്നെ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാനോ അത് അനുവദിച്ച് കിട്ടാനോ സാധിച്ചിട്ടില്ല. UDFൻ്റെ ഭരണസമിതി വല്ലച്ചിറ പഞ്ചായത്തിൽ വരികയാണെങ്കിൽ അടിസ്ഥാന വികസന രംഗത്ത് സമഗ്രമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഫണ്ടുകൾ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ, RMFൻ്റെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അടിസ്ഥാന വികസന രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ടൂറിസം മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനും കൃത്യമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും നമ്മൾക്ക് ഈ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് എന്താണ് ആവശ്യം സമൂഹത്തിലെ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കൂട്ടായ ചർച്ചകളിലൂടെയും കൂട്ടായ പദ്ധതി രൂപീകരണത്തിലൂടെയും രാഷ്ട്രീയത്തിന് അതീതമായി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, അറ്റ്ലീസ്റ്റ് ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിച്ചതിൽ 24 മണിക്കൂറും വെള്ളം എത്താവുന്ന ഒരു സൗകര്യം വല്ലച്ചിറ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതേസമയം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് BJP പഞ്ചായത്ത് അംഗം VK രാജൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ കോടികൾ ചെലവഴിച്ചിട്ടും കാർഷിക മേഖലയെ ഉദ്ധരിക്കാനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ LDF ഭരണസമിതിക്കായില്ല. നെല്ല് ഉൽപാദന കേന്ദ്രമായ നിരവധി പാടശേഖരങ്ങൾ തരിശുഭൂമിയായി നിലനിൽക്കുന്നുവെന്നതും ഭരണസമിതിയുടെ പരാജയമാണെന്നും BJP അംഗം പറയുന്നു. നമസ്കാരം. വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, തുടർച്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ വല്ലച്ചിറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണ തുടർച്ച ഈ വല്ലച്ചിറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വികസനം മുരടിപ്പിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ഭരണസമിതിയിലും അംഗമായിരുന്നു ഞാൻ. എടുത്തു പറയാവുന്നൊരു നേട്ടം പോലും ഈ ഭരണസമിതിക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവാണ്. കാരണം കുറച്ച് റോഡുകൾ മെയിൻ്റനൻസ് ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളും അതുപോലെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ പഞ്ചായത്തിന് വികസന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തെളിവ് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ജൽജീവൻ മിഷൻ്റെ പദ്ധതി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വല്ലച്ചിറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് 100% കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ അതുപോലെ തന്നെ ഈ ചുറ്റുപാടുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കുന്നത് വല്ലച്ചിറ പഞ്ചായത്തിൽ നിന്നാണ്. ഇപ്പോൾ റേഷൻ സംവിധാനത്തിലൂടെയാണ് നമുക്ക് വല്ലച്ചിറ പഞ്ചായത്തിലത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയുമ്പോൾ മിനി സ്റ്റേഡിയം എല്ലാ വർഷവും 5 വർഷം കൂടുമ്പോൾ ഒരു വലിയ തുക ആ മിനി സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 1 കോടി രൂപ MLA അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം പത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, ഈ വല്ലച്ചിറ പഞ്ചായത്തിലത്തെ ഓണാഘോഷ പരിപാടി 64 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കായിക മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള നെന്മണിക്കര പഞ്ചായത്തിൽ തലൂര് ഉള്ള ദീപ്തി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് സ്പോർട്സ് മത്സരങ്ങൾ നടത്താറ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ മിനി സ്റ്റേഡിയത്തിൽ കോടികൾ മുടക്കിയിട്ട് നടത്തിയിട്ട് ഇതുവരെ നമ്മുടെ പഞ്ചായത്തിലത്തെ ഒരു ഓണാഘോഷ പരിപാടികൾ അവിടെ കായിക മത്സരങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ കോട്ടം തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, പല്ലിശ്ശേരി കുന്നിൻ്റെ മുകളിൽ പഞ്ചായത്തിൻ്റെ ഏകദേശം 1 ഏക്കറോളം സ്ഥലം പുറമ്പോക്ക് അതൊക്കെ എടുക്കുന്നുണ്ട്. അത് കയ്യേറ്റ ഭൂമിയായിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു ആവശ്യം, അവിടെ ഒരു പൊതുശ്മശാനം, പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പൊതുശ്മശാനം വരികയാണെങ്കിൽ അത് വല്ലച്ചിറ പഞ്ചായത്തിലത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുമെന്നുള്ളൊരു ആശയം നമ്മൾ പലവട്ടം നമ്മൾ ഈ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കാർഷിക വികസനത്തിൻ്റെ പേരിൽ കോടികളാണ്
ഓരോ 5 വർഷം കൂടുമ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ വല്ലച്ചിറ പഞ്ചായത്തിലത്തെ കാർഷിക മേഖലയെ ഉദ്ധരിക്കാനുള്ള ഒരു പദ്ധതി, നമുക്കറിയാം നെല്ലുൽപാദന കേന്ദ്രമായിട്ടുള്ള നിരവധി പാടശേഖരങ്ങൾ ഇന്നും തരിശുഭൂമിയായിട്ട് വല്ലച്ചിറ പഞ്ചായത്തിൽ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സുരേഷ് ഗോപി MP ഇവിടെ ജയിച്ചു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം പഞ്ചായത്തുകൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ പുതിയ പുതിയ പദ്ധതികളുണ്ടെങ്കിൽ എനിക്ക് തരൂ, ഞാനത് അനുവദിച്ചു തരാം. സംസ്ഥാനം മൊത്തം നിരവധി കോടികളുടെ പദ്ധതികൾ അദ്ദേഹം അനുവദിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് വല്ലച്ചിറ പഞ്ചായത്തിന് ഒരു പദ്ധതി പോലും ആവിഷ്കരിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം ഇവിടെ മന്ദാരംകടവ് ടൂറിസം പദ്ധതി പാക്കേജ് അത് നല്ല രീതിയിൽ നടത്താമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് നമുക്ക് അനുവദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആറാട്ടുപുഴ പുഴയോര മേഖലകളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക, അത് കെട്ടുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ നമുക്ക് മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി, ഒരു പ്ലാനോ എസ്റ്റിമേറ്റോ തയ്യാറാക്കാനായിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2000-ന് മേലെ വോട്ടുകൾ BJP ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുകയാണ് വല്ലച്ചിറ പഞ്ചായത്തിൽ. അടുത്ത ദിവസങ്ങളിൽ 3 മുന്നണികളും ശക്തമായ പ്രചാരണ പോരാട്ടം തുടരുമെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്.